സാരമില്ല എന്നുള്ളതാണ് എല്ലാവരും. സാരമില്ല, ഇതെല്ലാവർക്കും ഉള്ളതാണ്, എനിക്കും ഉണ്ട് എന്നാണ് പല ആളുകളും അത് ചിന്തിക്കുന്നത്. അപ്പൊ അത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല എന്നാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷെ ഇതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അത് പലർക്കും അറിയില്ല. അപ്പൊ ഇത് കൂടിക്കഴിഞ്ഞാൽ ഗ്രേഡ് 2-ലോട്ടും 3-ലോട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലിവർ തന്നെ ഫെയിലിയർ ആവും. അപ്പൊ അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് നയിക്കും. അപ്പൊ അതുകൊണ്ട് പലർക്കും അത് അറിയില്ല, ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല. അപ്പൊ അവര് വിചാരിക്കുക ഫുഡൊക്കെ കുറച്ച് ദിവസം കൺട്രോൾ ചെയ്യും, പിന്നീട് അത് മാറിയോന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ അങ്ങനെയൊന്നും ചോദിച്ചാൽ അവർ അതൊന്നും ചെയ്തിട്ടും ഉണ്ടാവില്ല. ഇതിൽ തന്നെ പ്രധാനമായിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ഫാറ്റി ലിവർ ഗ്രേഡ് 2 ഒക്കെ കണ്ട കേസിലുണ്ടല്ലോ, നമ്മൾ ബ്ലഡ് ടെസ്റ്റ് കൊടുത്താൽ നമുക്ക് നമ്മൾ SGBT ഒക്കെ നോർമൽ ആണെങ്കിൽ പിന്നെ പേഷ്യന്റ് എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതി എടുക്കാറുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫാറ്റി ലിവർ എന്ന് വെച്ചാൽ പാരൻകൈമൽ ചേഞ്ചസ് അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിനെപ്പറ്റി അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ ഫസ്റ്റ് ഗ്രേഡിലൊക്കെ കുറച്ച് അധികം പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലിവർ ശരിക്കും വെജിറ്റബിൾസിനെ ഫാറ്റി ലിവറിൻ്റെ കാര്യത്തിൽ എങ്ങനെ പറയുന്നത് വെച്ചാൽ ഡോക്ടറെ ഒരു ചൂല് കണക്കെ വൃത്തിയാക്കും, നമ്മളെ കരളിനെ ചൂല് കണക്കെ വൃത്തിയാക്കി കൊടുക്കും പച്ചക്കറികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ എല്ലാ പച്ചക്കറികളും നമ്മൾ ഇതിൽ കഴിക്കാനും പാടില്ല, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഈ സെക്കൻഡ് ഗ്രേഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഗ്രേഡ് കഴിഞ്ഞ് തേർഡിലൊക്കെ എത്തുമ്പോൾ മാത്രമാണ് പേഷ്യൻറ്റിന് ഒരു ടെൻഷനുള്ളൂ. ബട്ട് ആ സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേനും പിന്നെ അല്ലെങ്കിൽ തേർഡ് ഗ്രേഡിലോട്ട് ആയി പിന്നെ ഫോർത്തിലോട്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ ഫൈബ്രോസിസ്, അതായത് അവിടെ ഓരോ കുമിളകളും ഒക്കെ വന്ന് തുടങ്ങി. പിന്നെ ഫോർത്ത് സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ലോസ്, സിറോസിസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ലോസ് വരുന്നൊരു ടൈമായി. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഗ്രേഡും സെക്കൻഡ് ഗ്രേഡും ഒക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിനെ മാനേജ് ചെയ്യുക. ഒരു 3 months വൺസ് ഒരു സ്കാനിങ് എടുത്ത് നോക്കുക. ഇതൊക്കെ നമ്മൾ തന്നെ പേഷ്യൻറ്റിനോട് പറഞ്ഞാലും പേഷ്യൻറ്റിന് കൃത്യമായിട്ടൊരു അവെയർ ആകാറില്ല പലപ്പോഴും.